Hello guys, welcome back to my channel R and R World. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോൾസ് റോയ്സ് സ്പെക്ട്ര ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ കാർ റിലീസായത് 2024-ലാണ് ഗൈസ്. ഈ കാറ് ഒരു ലക്ഷറി EV വെഹിക്കിളാണ്. ഈ കാറിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 7.5 crore മുതൽ 10 crore വരെയാണ്. ഈ 7.5 crore കാർ ബേസ് മോഡലാണ് ഗൈസ്. പിന്നെ ഈ 10 crores ഫുൾ സിസ്റ്റമും കിട്ടുന്ന മോഡലാണ് ഗൈസ്. പിന്നെ ഇനി നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കടക്കാം ഗൈസ്. ഇതാണ് റോൾസ് റോയ്സ് സ്പെക്ട്ര. ഇതിന് നമുക്ക് തുറക്കാം. നല്ല ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചില ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു പർപ്പിൾ പോലെയും ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ബ്ലൂ പോലെയും തോന്നും. അങ്ങനത്തെ ഒരു കളറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഡോറുകളൊക്കെ തുറന്ന് ഇൻറ്റീരിയർ നോക്കാം ഗൈസ്. ഇതിൻ്റെ ഡോറുകളിൽ തന്നെ നല്ല ഡീറ്റെയിലിംഗ് ആണ് ഗൈസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ റോൾസ് റോയ്സ് പോലെ ലെതർ ഫിനിഷിംഗ് ആണ് ഗൈസ് ഈ ഫുൾ കാറിലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ടുള്ള ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിംഗ് വീലിലൊക്കെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെയാണ് കറക്റ്റായി ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ കാണാം ഗൈസ്. ഈ കാറിൻ്റെ ഇതാണ് ഗൈസ് ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസിലൊരു ഇങ്ങനത്തെ ഒരു ഉക്ക് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. നല്ല ബൂട്ട് സ്പേസ് ആണ് ഗൈസ്. പിന്നെ ഞാൻ ഈ ഡോർസിൻ്റെ അവിടെ ആയിട്ട് ഈ സൈഡ് മിറർ ഒറിജിനൽ മിറർ പോലെ തന്നെ ഇങ്ങോട്ട് നീക്കാനും ഇങ്ങനെ കറക്റ്റ് ഒറിജിനൽ കാർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഗൈസ്. ഇതാണ് ഈ കാറിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി വെച്ച് ഇതാണ്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ റൂം കണ്ടു നോക്കാം. ഇതാണ് ഗൈസ് കാറിൻ്റെ എൻജിൻ റൂം. ഇത് EV ആയത് കാരണമാണ് ഇത്രയും ഡീറ്റെയിലിംഗ് കുറവ്. EVക്ക് കുറേ എൻജിൻ മെക്കാനിസം ഇല്ലാത്തതാണ്. ഇലക്ട്രിക് ആണല്ലോ. ഇനി നമുക്ക് ഈ കാറിൻ്റെ ലൈറ്റിംഗ് കാണാം. ഇത് നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇത് അമർത്തുന്ന സമയത്ത് റോൾസ് റോയ്സിൻ്റെ ലോഗോ പിന്നെ സൗണ്ട് കേൾക്കും. ഇവിടെ 2 ലൈറ്റ് കത്തും ഗൈസ്. പിന്നെ ബാക്കിൽ ഒരു ലൈറ്റ് കത്തുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഗൈസ് ഇപ്പോൾ നമ്മൾ ബാക്കത്തെ ലൈറ്റ് കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് ഈ കുറേ ടോയ് കാർസിലില്ലാത്ത 2 പ്രത്യേകതകൾ ഇതിലുണ്ട്. ഇനി നമുക്ക് അത് കാണാം ഗൈസ്. അതിലത്തെ ഒരെണ്ണം എന്താ വെച്ചാൽ ചാർജിങ് സ്പോട്ടാണ് ഗൈസ്. ചാർജിങ് സ്പോട്ടിൽ EV കാർസ് പോലെ നല്ല ഡീറ്റെയിലിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ടൈനി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ കാലത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി നമുക്ക് ഈ കാറിൽ 2 അംബ്രല്ലാസ് വരുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് അംബ്രല്ല എടുത്ത് കാണിക്കാം. ഗൈസ് ഇവിടെ ആയിട്ടാണ് അംബ്രല്ല വരുന്നത്. ഇതാണ് ഗൈസ് അംബ്രല്ല. നല്ല ടൈനി ആയിട്ട് നല്ല ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല.
ഇതാ ഞാൻ ഈ കാറിൻ്റെ മേലെ വെച്ചിട്ട് കാണിച്ച് തരാം. വീണ് പോണു. ഇതാണ് ഇതിൻ്റെ മോഡലിങ്. ഇതാണ് കാറിൻ്റെ മേലെ നേരെ നിൽക്കുന്നില്ല. ഇത് നല്ല ടൈനി ആയിട്ട് ഒരു ഒറിജിനൽ അംബർല പോലെ. ഇതിൻ്റെ പാതി ഭാഗത്ത് കവറിങ് ആണ്. വെച്ചാൽ റോൾസ് റോയ്സിൻ്റെ അംബർലാസ് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു അംബർലാസ് ഉണ്ടാക്കുക. ഇവിടെ ആയിട്ട് അംബർല വെക്കുന്ന സ്ഥലത്ത് ഒറിജിനൽ റോൾസ് റോയ്സുകളിൽ ഹീറ്റർ പോലെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ അംബർല അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് ഹീറ്റായിട്ട് റെഡിയാവുന്നതാണ്. ഇതേപോലെ രണ്ട് സൈഡിലുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഇവിടെയും ഇതേപോലെ ഒരു അംബർലയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്ത അംബർല ഉള്ളിൽ തന്നെ വെച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കാറിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു രീതി, ഫുൾ ഡീറ്റെയിലിങ് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇനി നമുക്ക് ഡീറ്റെയിലിങ്ങിലോട്ട് കടക്കാം. ഗൈസ്, പിന്നെ ഈ റോൾസ് റോയ്സിൻ്റെ ടോയ് കാറിൽ ഒറിജിനൽ റോൾസ് റോയ്സ് പോലെ തന്നെ റൂഫിൽ ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആ ലൈറ്റ് ഓരോ കുറച്ച് നേരം കൂടുന്തോറും ലൈറ്റിൻ്റെ കളർ മാറും ഗൈസ്. ഇത് എനിക്ക് ഈ കാറിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് വെച്ച ഇതാണ്. കുറേ നേരം കൂടുന്തോറും ഇതിൻ്റെ ലൈറ്റ് മാറും. നല്ല രസമാണ് ഗൈസ്. ഈ കാറ് ഓട്ടോമാറ്റിക് ആണ്. അത് കാരണം ഓട്ടോമാറ്റിക്കിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും ഈ ടോയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാറിൻ്റെ ടയർ ഒറിജിനൽ ടയേഴ്സ് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അലോയ് വീൽസാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഈ ടയറിൻ്റെ അടുത്തായിട്ട് നിങ്ങൾ ഒരു റോൾസ് റോയ്സിൻ്റെ ലോഗോ കണ്ടിട്ടുണ്ടാകും. ഒറിജിനൽ പോലെ തന്നെയാണ് ഈ കാറിൻ്റെ ഫുൾ ഡീറ്റെയിലിങ്ങും ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ കാറിൽ ഇതിൻ്റെ റോൾസ് റോയ്സിൻ്റെ ലോഗോ ഇവർ ഗ്ലാസ് പീസിൽ പോലെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ കളറിൽ വരുന്നത് കാരണം ഈ കാലത്തെ വേറൊരു എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഈ ലോഗോ തന്നെയാണ് ഗൈസ്. പിന്നെ വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ മീറ്റർ കൺസോള് പിന്നെ സ്റ്റെയറിങ് എല്ലാം നല്ല ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ സീറ്റ് എല്ലാം നന്നായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ ബ്രാൻഡ് ഒറിജിനൽ റോൾസ് റോയ്സ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ഓരോ ഡീറ്റെയിലിങ്ങും കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാറിൽ സീറ്റ് വെറും ഫ്രണ്ടിൽ മാത്രമാണ് ഡോർസ് വരുന്നത്. ബാക്കിലോട്ട് ഇങ്ങനെയാണ് പോകുക. ഇത് ഒരു നല്ലൊരു ടോയ് കാറാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. ഇനി നിങ്ങൾ ഈ കാറിൻ്റെ ഫുള്ളായിട്ടുള്ള പാർട്സ് ഒന്ന് നമുക്ക് ഫുള്ളായി ഒരു റൗണ്ടായിട്ടൊന്ന് കണ്ടു നോക്കാം ഗൈസ്.